നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ കരുതലോടെ ഉപയോഗിക്കുക, വിശ്വാസികൾക്ക് ഓർമ്മപ്പെടുത്തലുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ. GCC ഇന്ത്യ സംയുക്ത കർമ്മ പദ്ധതി ധാരണാപത്രം ഒപ്പുവെച്ച് എസ് ജയശങ്കർ. 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്, ഗൃഹനാഥകൾക്ക് മാസം 3000 രൂപ. ജമ്മു കാശ്മീരിൽ പ്രഖ്യാപനവുമായി കോൺഗ്രസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം മാധ്യമ സൃഷ്ടി. ഹൈക്കോടതി നിലപാടിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. പ്രസിഡന്റ് മൊയ്സു ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് മാലിദ്വീപ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും നമ്മെ പരസ്പരം അടുപ്പിക്കുന്നുണ്ടെങ്കിലും അപകടകരമായ രീതിയിൽ അവ നമ്മെ ഒറ്റപ്പെടലിലേക്ക് നയിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ. 45ാം അപ്പസ്തോലിക പര്യടനത്തിന്റെ ഭാഗമായുള്ള സിംഗപ്പൂർ സന്ദർശന വേളയിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. കിഴക്കൻ ടിമോറിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2:50 മാർപ്പാപ്പയെ കുട്ടികളും സിംഗപ്പൂർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും വത്തിക്കാനിലെ സിംഗപ്പൂരിന്റെ നോൺ റെസിഡൻഷ്യൽ അംബാസഡറും ചേർന്ന് സ്വീകരിച്ചു. അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി 1000ഓളം കത്തോലിക്ക വിശ്വാസികളാണ് പാപ്പയെ വരവേൽക്കാൻ വിമാനത്താവള പരിസരത്ത് എത്തിച്ചേർന്നിരുന്നത്. പ്രാദേശിക സമയം രാവിലെ 9:06 സിംഗപ്പൂർ പാർലമെന്റിലെത്തിയ ഫ്രാൻസിസ് പാപ്പയെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ധർമ്മൻ ഷൺമുഖരത്നം സ്വീകരിച്ചു. വിവിധ അധികാരികളെ അഭിവാദ്യം ചെയ്ത ശേഷം പരിശുദ്ധ പിതാവ് ബഹുമാന പുസ്തകത്തിൽ ഒപ്പുവെച്ചു. പുസ്തകത്തിൽ പാപ്പ നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു: 3 ജ്ഞാനികളെ നയിച്ച നക്ഷത്രം പോലെ പ്രത്യാശ പകരാൻ കഴിവുള്ള ഒരു ഐക്യ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ജ്ഞാനത്തിന്റെ വെളിച്ചം എപ്പോഴും സിംഗപ്പൂരിനെ നയിക്കട്ടെ. സ്വാഗത ചടങ്ങിന് ശേഷം അദ്ദേഹം സിംഗപ്പൂർ പ്രസിഡന്റുമായും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഷാൻസായുമായും കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി കൾച്ചറൽ സെന്റർ തിയേറ്ററിലേക്ക് പോയ പരിശുദ്ധ പിതാവ് അവിടെ രാവിലെ 10:30 എത്തിച്ചേരുകയും രാജ്യത്തെ അധികാരികൾ, സിവിൽ സൊസൈറ്റി, നയതന്ത്ര സേന എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വളർച്ചയുടെയും പ്രതിരോധത്തിന്റെയും അനുഭവങ്ങളാണ് സിംഗപ്പൂർ പങ്കുവയ്ക്കുന്നത്. എളിയ ഉത്ഭവത്തിൽ നിന്ന് ഈ രാഷ്ട്രം ഉയർന്ന തലത്തിലുള്ള വികസനം കൈവരിച്ചു. ഇത് യുക്തിസഹമായ തീരുമാനങ്ങളുടെ ഫലമാണെന്നും യാദൃശ്ചികമല്ലെന്നും പാപ്പ പറഞ്ഞു. പൊതുപാർപ്പിട നയങ്ങളിലൂടെ പൗരന്മാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സമർപ്പണത്തെയും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസവും കാര്യക്ഷമമായ ആരോഗ്യ സംവിധാനവും പാപ്പ എടുത്തു പറഞ്ഞു. വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതിനു പിന്നാലെ മണിപ്പൂരിന്റെ അധിക ചുമതല വഹിക്കുന്ന അസം ഗവർണർ ഇംഫാൽ വിട്ട് ഗുവാഹത്തിയിലേക്ക് പോയതായി റിപ്പോർട്ട്. ഇംഫാലിൽ രാജ്ഭവനു നേരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതിനു പിന്നാലെയാണ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ മണിപ്പൂർ വിട്ടത്. നിലവിൽ അദ്ദേഹം ഗുവാഹത്തിയിലാണ് ഉള്ളതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ രാജ്ഭവൻ വൃത്തങ്ങൾ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. മണിപ്പൂർ സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും DGPയെയും നീക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അസം ഗവർണറായ ലക്ഷ്മൺ പ്രസാദിന് നിലവിൽ മണിപ്പൂരിന്റെ അധിക ചുമതലയാണ്. അദ്ദേഹം ബുധനാഴ്ച രാവിലെ ഗുവാഹട്ടിയിലേക്ക് പോയതായി അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി വിദ്യാർത്ഥി പ്രതിനിധികൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും രാജ്ഭവൻ അറിയിച്ചു. വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും താൽപര്യം മുൻനിർത്തി ഉചിത നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവർണർ ഉറപ്പു നൽകിയെങ്കിലും സംസ്ഥാനത്ത് സംഘർഷഭീതി തുടരുകയാണ്. ഇംഫാലിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ ബുധനാഴ്ചയും തുടർന്നു. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. മണിപ്പൂർ സർവകലാശാലയിലെ എല്ലാ ബിരുദ പരീക്ഷകളും മാറ്റിവെച്ചു. രാജ്ഭവന് സമീപം ചൊവ്വാഴ്ചയുണ്ടായ സംഘർഷത്തിൽ 55ലധികം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂരിൽ 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയത്. വിദ്വേഷ പരാമർശങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. സെപ്റ്റംബർ 12 മുതൽ സെപ്റ്റംബർ 15 വൈകിട്ട് 3 മണി വരെയാണ് സേവനം നിർത്തിവച്ചിരിക്കുന്നത് എന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. 2024 മുതൽ 2028 വരെയുള്ള കാലയളവിലേക്ക് രൂപപ്പെടുത്തിയ GCC ഇന്ത്യ സംയുക്ത കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു. തന്ത്രപരമായ സംഭാഷണങ്ങൾക്കായുള്ള ആദ്യത്തെ ഇന്ത്യ GCC സംയുക്ത മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും സംയുക്ത കർമ്മ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച ധാരണയ്ക്കായി എസ് ജയശങ്കർ റിയാദിലെത്തിയപ്പോഴാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ഗൾഫ് സഹകരണ കൗൺസിൽ ജനറൽ സെക്രട്ടേറിയറ്റ് ആസ്ഥാനത്ത് നടന്ന 161ാമത് സംയുക്ത മന്ത്രിതല സമ്മേളനത്തിൽ എസ് ജയശങ്കർ പങ്കെടുത്തു. തുടർന്ന് 6 ഗൾഫ് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുടെയും പ്രത്യേക കൂടിക്കാഴ്ചകളും നടന്നു. സമ്മേളനത്തോട് അനുബന്ധിച്ച് GCCയും ഇന്ത്യയും തമ്മിൽ സംയുക്ത കർമ്മ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു.
സമ്മേളനത്തോടനുബന്ധിച്ച് 6 ഗൾഫ് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുമായും മന്ത്രി എസ് ജയശങ്കർ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. 161ാമത് GCC മന്ത്രിതല സമിതി യോഗത്തിന്റെ അധ്യക്ഷനും ഖത്തർ വിദേശകാര്യ മന്ത്രിയുമായ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായിട്ടായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ ആദ്യ മന്ത്രിതല യോഗത്തിന്റെ നേട്ടങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഒരുമിച്ച് നീങ്ങുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചു. ഒരു കൂട്ടായ സ്ഥാപനമെന്ന നിലയിൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിന് ഇന്ത്യയിൽ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി എസ് ജയശങ്കർ എടുത്തു പറയുകയും തങ്ങളുടെ രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളെ പരിപാലിക്കുന്നതിന് GCC രാജ്യങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. ഗൾഫ് സഹകരണ കൗൺസിലും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരവും വളരുന്നതുമായ പങ്കാളിത്തത്തെക്കുറിച്ചും ജയശങ്കർ സൂചിപ്പിച്ചു. വ്യാപാരം, നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, ജനങ്ങളുമായുള്ള ബന്ധം എന്നിവയിലെ സഹകരണ സംരംഭങ്ങളിലൂടെ ഈ പങ്കാളിത്തം മേഖലയിലും ഇന്ത്യയിലും സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു. ആരോഗ്യം, വ്യാപാരം, സുരക്ഷ, കൃഷി, ഭക്ഷ്യസുരക്ഷ, ഗതാഗതം, ഊർജം, സംസ്കാരം തുടങ്ങി വിവിധ മേഖലകളിൽ വിവിധ സംയുക്ത പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് 2024-2028 സംയുക്ത പ്രവർത്തന പദ്ധതിയും യോഗം അംഗീകരിച്ചു. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സഹകരണ മേഖലകൾ സംയുക്ത കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നും തീരുമാനമായി. പൊതുതാൽപര്യമുള്ള അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കി ഇടത് MLA PV അൻവർ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങളിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അൻവറിന്റെ ഫോൺ ചോർത്തൽ ആരോപണങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിശദീകരണം തേടി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഫോൺ ചോർത്തൽ അതീവ ഗൗരവമേറിയതാണെന്നാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. ADGPയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തിയത് അൻവർ ആരോപിച്ചു. താനും ഫോൺ ചോർത്തിയെന്ന് അൻവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്ന ഉദ്യോഗസ്ഥനെ SP സുജിത് ദാസ് ഫോൺ ചോർത്തലിന് ഉപയോഗിച്ചതായും അൻവർ ആരോപിച്ചു. വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടി വിശദീകരിക്കുവാൻ ആവശ്യപ്പെട്ടാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. പുറത്തുവന്ന സംഭാഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നുണ്ട്. സ്വന്തം നിലയ്ക്ക് ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ കുറ്റസമ്മതം ഗൗരവത്തോടെ കാണണമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു. PV അൻവർ MLAയും ഒരു IPS ഓഫീസറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ MLA പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് വളരെ ഗുരുതരമാണ്. സർക്കാരിന് പുറത്തുള്ളവർക്ക് സ്വാധീനമുള്ള ചിലർ സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണെന്നും കത്തിൽ ഗവർണർ സൂചിപ്പിച്ചു. ഇവരുടെ സംഭാഷണം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുമായുള്ള ബന്ധം ഉറപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള അധികൃതരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവുകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ഒരു MLA ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയതായി പത്രസമ്മേളനത്തിലെ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായ കുറ്റമാണെന്നും നിയമപ്രകാരമുള്ള നടപടികൾ അത്യാവശ്യമാണെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. ചില വ്യക്തികൾ അനധികൃതമായും നിയമവിരുദ്ധമായും സർക്കാരിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ നിഷേധിക്കലാണെന്നും അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നും ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കുവാൻ 5 പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസ്. മല്ലികാർജുൻ ഖാർഗെയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്, വനിതാ സംരംഭകർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. इंफ्रास्ट्रक्चर रुक गया है और आज मैं ये बात कहूं कि 1 लाख नौकरियां जम्मू कश्मीर में खाली है. 1 लाख अगर हम आएंगे 1 लाख नौकरियां भर देंगे. आप सबको काम करना है और यहाँ पर कांग्रेस और MC को लाना है. अगर आया तो टूरिज्म, मैन्युफैक्चरिंग, जॉब इंटेंसिव सेक्टर्स को हम फोकस करेंगे और जितने भी स्कूल आज बंद हो गए हैं 4400 सरकारी स्कूलें बंद हो गई, उसको हम चालू करेंगे. बिजली का हम ठीक से करेंगे, आपके पानी का, जमीन का, सभी चीजों को हम आपसे मदद करेंगे. और दूसरा कि जैसा ही अब हमारा
बीजेपी कितना भी लाख कोशिश करने दो, कांग्रेस और नेशनल कॉन्फ्रेंस का गठबंधन कमजोर नहीं, यह अपनी ताकत पार्लियामेंट में दिखाया है सारे देश में। वही ताकत के साथ हम आगे बढ़ेंगे और इस वक्त मैं इतना ही कहना चाहता हूं, हिंदू मुसलमान सिख ईसाई सब लोग एक होकर हम कदम पे कदम रखेंगे और आगे बढ़ेंगे। इसीलिए मैं ज़्यादा कुछ नहीं बोलते हुए चंद चीज़ें मैं आपके सामने रखूंगा, जिसको उनकी इजाज़त भी है, मैं इजाज़त के साथ बात करूंगा। महिला सम्मान हमारा हक है। परिवार के महिला प्रमुख के लिए 3,000 रुपए मासिक सहायता हर महीना, औरतों को 3,000 रुपए महीना हम सहायता देंगे। महिलाओं के लिए 5 लाख रुपए कर्ज हम विद इंटरेस्ट फ्री देंगे और 5 लाख रुपए। अच्छे सेहत हमारा हक है, इसके लिए 25 लाख रुपए का इंश्योरेंस बीमा हम कवर करेंगे और हेल्थ केयर जैसा हमने राजस्थान में किया था, वैसा ही जम्मू एंड कश्मीर में करके दिखाएंगे, लोगों के शहद को मजबूत करेंगे। അനന്തനാഗിൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് പ്രചാരണ സമ്മേളനത്തിലായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ പ്രഖ്യാപനം. പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഒരാൾക്ക് 11 കിലോ ധാന്യങ്ങൾ നൽകിയിരുന്ന പദ്ധതി പുനഃസ്ഥാപിക്കും. കുടുംബനാഥകൾക്ക് പ്രതിമാസം 3000 രൂപ സഹായം നൽകും. കാശ്മീരി പണ്ഡിറ്റ് കുടിയേറ്റക്കാരുടെ പുനരധിവാസത്തിന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുമെന്നും ഖാർഗെ പറഞ്ഞു. നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. ജമ്മു കാശ്മീരിൽ 1 ലക്ഷം തൊഴിലവസരങ്ങളുണ്ട്. എന്നാൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നിലവിലെ ഭരണക്കാർക്ക് ഇവിടുത്തെ ജനങ്ങൾ ദരിദ്രരായി തുടരുവാനാണ് താൽപര്യം. അതുകൊണ്ട് തന്നെ ഒഴിവുകളൊന്നും നികത്തുന്നില്ല. കോൺഗ്രസ് NC സഖ്യം അധികാരത്തിൽ വന്നാൽ എല്ലാ ഒഴിവുകളും നികത്തും. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഖാർഗെ പറഞ്ഞു. 87.09 ലക്ഷം വോട്ടർമാരാണ് ജമ്മു കാശ്മീരിൽ ഉള്ളത്. ജമ്മു ഡിവിഷനിലെ 43 സീറ്റുകളും കാശ്മീരിൽ 47 സീറ്റുകളുമടക്കം ആകെ 90 സീറ്റുകൾ. ഇതിൽ 16 പട്ടിക വിഭാഗ സംവരണമാണ്. 2014 ജമ്മു കാശ്മീരിൽ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ശേഷം 2019 ഒക്ടോബറിൽ ജമ്മു കാശ്മീരിനെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് DGP ഷെയ്ഖ് ദർവേ സാഹിബ്. PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണത്തിലാണ് നടപടി. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP ഷെയ്ഖ് ദർവേ സാഹിബ് സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ വിജിലൻസിന് കൈമാറും. അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക. മറ്റാരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന DGP ഷെയ്ഖ് ദർവേ സാഹിബ് അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കാനായി നോട്ടീസ് നൽകും. 5 കാരണങ്ങളിൽ അന്വേഷണം നടത്തുവാനാണ് DGPയുടെ ശുപാർശ. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുവാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. DGPയുടെ ശുപാർശ സർക്കാർ വിജിലൻസ് മേധാവിക്ക് കൈമാറും. സാമ്പത്തിക ആരോപണങ്ങളായതിനാൽ പ്രത്യേക സംഘത്തിന് അന്വേഷിക്കാനാകില്ലെന്നും DGP പറഞ്ഞു. PV അൻവർ MLAയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക. മറ്റാരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന DGP ഷെയ്ഖ് ദർവേ സാഹിബ് അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കുവാനായി നോട്ടീസ് നൽകും. വിവാദങ്ങൾ കനക്കുമ്പോൾ ADGPയെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി. ഇന്നലെ നടന്ന LDF യോഗത്തിൽ ADGPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി വിയോജിച്ചു. ഇപ്പോഴത്തെ വിവാദത്തിന്റെ ലക്ഷ്യം താനാണെന്ന് വരെ പിണറായി വിജയൻ യോഗങ്ങളിൽ പറഞ്ഞിരുന്നു. സഖ്യകക്ഷികളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്നത് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി കടുത്ത പ്രതിരോധം തീർത്തത്.
ADGPക്കെതിരെ ഉയർന്ന വിവാദം മുഖ്യമന്ത്രിക്കെതിരായ നീക്കമല്ലെന്ന് ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. RSS നേതാക്കളെ ADGP കണ്ടതിന് എന്തു മറുപടി പറഞ്ഞു നിൽക്കുമെന്നും ബിനോയ് വിശ്വം ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചുവെന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമെന്ന് മന്ത്രി സജി ചെറിയാൻ. കോടതിയുടേത് ഉചിതമായ നിലപാടാണെന്നും അതിനെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മറച്ചുവെക്കേണ്ട കാര്യമില്ലെന്നും അതുകൊണ്ടാണ് പറഞ്ഞതിലും നേരത്തെ തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കുകയാണല്ലോ. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണല്ലോ സർക്കാർ ഹേമ കമ്മിറ്റി നിയോഗിച്ചത്. ആ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ കിട്ടിയപ്പോൾ ആ റിപ്പോർട്ട് അതിൻ്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമൊരുക്കുന്ന കാര്യമാണെന്നുള്ള തർക്കമില്ല. അതിനുവേണ്ടിയാണ് 2 മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ കോൺക്ലേവിൽ സീരിയൽ സിനിമാ രംഗത്തെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തി ഈ പറയുന്ന നിർദ്ദേശങ്ങളും നിയമനങ്ങളും നടപ്പാക്കാൻ എന്തെല്ലാമാണ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് ഒരു ഗവൺമെൻറ് ആ ഒരു നിലപാടാണ് ഗവൺമെൻറ് ഉള്ളത്. അത് ആദ്യം മുതലേ ഗവൺമെൻറ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ വിശദീകരിക്കാതെ എന്ന ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കുന്നു. അതിനൊന്നും അന്നേരം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കാതെ പോയത്. അത് സർക്കാരിൻ്റെ തലയിൽ കുത്തിവെക്കാനല്ല ശ്രമിക്കേണ്ടത്. സർക്കാരിന് ഇതിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ്. ആ ഉത്തരവാദിത്തത്തിന് കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സിനിമാ സീരിയൽ രംഗത്ത് ആ ഇടപെടലിന് ആവശ്യമായ ഒരു മാർഗ്ഗരേഖയാണ് ഈ കമ്മീഷൻ. ആ റിപ്പോർട്ട് വിശദമായി തന്നെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിക്കും. നടപടി സ്വീകരിക്കും. ഈ മൊഴികൾ എടുക്കുമ്പോൾ ആ മൊഴികൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കമ്മീഷൻ തന്നെ പറയുന്നത്. അത്രയ്ക്കും ഗുരുതരമായ ആരോപണങ്ങളും പരാമർശങ്ങളുമാണ് അതിലുള്ളത്. കമ്മീഷൻ ഞെട്ടിയതിരിക്കറിയില്ല. കാരണം ആ സമയത്ത് ഞാനില്ലല്ലോ. എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എനിക്കത് വായിക്കാനും പറ്റില്ലല്ലോ. കാരണം ഇതിന് നിർദ്ദേശവും നിഗമനമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ കൈ കിട്ടിയതിനകത്ത് വല്ല ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ICC പോലെയുള്ളവ നേരത്തെ തന്നെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ നടപടികൾ നമുക്ക് നോക്കാം. കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് ഈ 2 വാക്കുകളും മലയാള സിനിമയിൽ നിരോധിക്കേണ്ടി വരുന്ന രീതിയിലുള്ള കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും എല്ലാവരോടും കോംപ്രമൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അതിന്റെ അർത്ഥം വേറെയാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ അത്ര ഭീകരമായൊരു പല രീതിയിലുള്ള ചൂഷണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്നതായിട്ട് ആ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? ഞാൻ മന്ത്രിയായി ഇപ്പോൾ 3.5 വർഷമായി. ഒരു പരാതി ഈ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്ത്. എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന WCC അടക്കമുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തിപരമായി ആരുടെ പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികൾ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്താൻ തീരുമാനത്തിലേക്ക്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമ കോൺക്ലേവ് വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആശയം നടത്തി അങ്ങനെ സിനിമ കോൺക്ലേവിലേക്ക് പോകണം തീരുമാനിച്ചു. ആ കോൺക്ലേവ് എന്ന് പറയുന്നത് വെറും ഒരു ചർച്ച മാത്രമല്ല. 3 ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം ഇപ്പോൾ സിനിമ നടന്മാരുടെ മേഖലയിൽ നിന്നുള്ളവർ, നടിമാർ, മറ്റ് ടെക്നീഷ്യൻ മേഖലയിൽ നിന്നുള്ളവർ, എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമ രംഗത്തുള്ളവരെ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. കാരണം കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറുകയാണ്. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കാലത്ത് ഏറ്റവും കൂടുതൽ പണം റിലീസ് ചെയ്ത വർഷമാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ വർഷമാണ്. അപ്പോൾ സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തുന്നത്. 150 കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം കൊണ്ട് നിർമ്മാണം നടത്തിയത്. 150 കോടി. കൊച്ചിയിലിപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന വലിയ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ, ഇപ്പോൾ സിനിമ അക്കാദമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, അക്കാദമി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം KSMDC വഴി നമ്മുടെ സിനിമാ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനം, ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ. അല്ല, അത് വായിച്ചത് വിവരാവകാശ കമ്മീഷനാണ്. അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹമാണിത് വായിച്ചിട്ട് പറഞ്ഞ് ഈ 60 പേജ് പ്രസിദ്ധീകരിക്കേണ്ടത്. മന്ത്രിയെതിരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വായിച്ചാണോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമായത്. ഇപ്പൊ ഈ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് മിനിസ്റ്റർ വായിക്കും.
പുറത്തു വന്ന റിപ്പോർട്ട് കണ്ട വായിക്കാം. പ്രത്യേകിച്ച് നോക്കാം, വളരെ ഇതുമല്ലോ. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് നിലവിൽ. ഒരു സ്ത്രീയുടെ പരാതിയോ ആക്ഷേപിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു പരാതി കിട്ടിയാൽ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ്. ഇത്രയും വലിയ ഒരു ഇടപെടൽ നടന്നു, അല്ലെങ്കിൽ അധിക്ഷേപം നടന്നു, പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം പുറത്തു വരുമ്പോൾ കൃത്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് സർക്കാർ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വ്യക്തിപരമായ ഒരു പരാതിയും ഏതെങ്കിലും ഒരു സ്ത്രീ മന്ത്രി എന്ന നിലയിൽ തന്നിട്ടില്ല. തരാത്തൊരു കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി നിയോഗിച്ചത്? ആ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ, എന്താണ് ഭാവിയിൽ ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത്. ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് മുൻ വിവരാവകാശ കമ്മീഷനാണ്. അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല. അപ്പോഴാണ് അതിന്മേൽ കേസിന് പോകുന്നത്. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല പ്രസിദ്ധീകരിക്കേണ്ട. അപ്പോൾ ഹൈക്കോടതി പോയി. അതിൻ്റെ വിശദാംശം പോലല്ല, കോടതി പറഞ്ഞ ദിവസം കൃത്യസമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്രയും വേഗത്തിൽ SITക്ക് കൈമാറും. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുവാൻ കഴിയുന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. ഷൂട്ടിംഗ് സെറ്റിൽ പരാതി ഉയർന്നാൽ പരിശോധിക്കുവാനുള്ള നടപടിയുണ്ടാകും. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു. കോടതി വിമർശനം എന്നത് രാഷ്ട്രീയ നാടകമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ഇത് പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും കോടതി പറഞ്ഞത് കൂടുതൽ പരിശോധന വേണമെന്നും മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങളുള്ളതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് എന്തും പറയാം, സർക്കാരിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കുവാൻ കോടതിയുടെ ഇടപെടൽ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയുടെ ഇന്നലത്തെ തീരുമാനങ്ങൾ വിശദമായി പഠിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. ഷൂട്ടിംഗ് സെറ്റുകളിലെ പരാതി സ്വീകരിക്കുന്നതിന് സംവിധാനമൊരുക്കും. സർക്കാർ സ്ത്രീപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. സ്ത്രീ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പരാതി നൽകുവാനുള്ളവർ നൽകണം. ഒരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അന്യസംസ്ഥാന ഭാഷാ സിനിമകളിലടക്കം ആവശ്യമായ സാങ്കേതിക സാഹചര്യങ്ങൾ കേരളത്തിൽ ഒരുക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണവും കൊച്ചിയിലെ ആധുനിക സ്റ്റുഡിയോയും ഇതിന്റെ ഭാഗമാണ്. സിനിമ ടൂറിസ്റ്റ് കേന്ദ്രമെന്ന രീതിയിൽ കേരളത്തെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുതവരനായിരുന്ന ജെൻസന്റെ സംസ്കാരം ഇന്ന് നടന്നു. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ ഇന്നലെ രാത്രി 8:57 മരിച്ചത്. ഇരുവരുടെയും വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് അപകടം ജെൻസന്റെ ജീവനെടുത്തത്. ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ച 41 ദിവസത്തിന് ശേഷം വിവാഹം നടത്തുവാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു കുടുംബം. അതിനിടെയാണ് അപകടം നടന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലേകൽ ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപം സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ജെൻസന് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആന്തരിക രക്തസ്രാവം അനിയന്ത്രിതമായ നിലയിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച യുവാവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ രാവിലെ 8:57 ജെൻസൺ മരണത്തിന് കീഴടങ്ങുന്നത്. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്പലവയൽ ആണ്ടൂരിൽ ജെൻസന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ഇന്ന് വൈകിട്ട് 3 മണിക്കായിരുന്നു ആണ്ടൂർ നിത്യസഹായമാതാ പള്ളിയിൽ സംസ്കാരം നടന്നത്. ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതോടെ ഇന്നലെ രാത്രിയിൽ മരിക്കുന്നതിനു മുമ്പ് മേപ്പാടിയിലെ ആശുപത്രിയിലെത്തിച്ച് ശ്രുതിയെ ജെൻസനെ കാണിച്ചിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെ നഷ്ടമായിരുന്നു. പുതിയ വീടും വിവാഹത്തിനായി കരുതിവെച്ച 4 ലക്ഷം രൂപയും 15 പവൻ സ്വർണവും ഒലിച്ചുപോയി. എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ശ്രുതിക്ക് കൂട്ടായി ജെൻസൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നം പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് വാർത്താസമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കമ്മിറ്റി കേൾക്കേണ്ടവരെ കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ പുറത്തുവരണമെന്നാണ് ഫെഫ്കയുടെ നേരത്തെയുള്ള നിലപാട്. ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്കയ്ക്ക് വിമർശനമുണ്ട്. പ്രധാന വിമർശനം ഹേമ കമ്മിറ്റി കാണേണ്ട ആളുകളെ കണ്ടിട്ടില്ല എന്നതാണ്. എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം കണ്ടുവെന്ന് വ്യക്തമാക്കണം. ഒരു ചോദ്യമുണ്ടാക്കി WCC അംഗങ്ങൾക്ക് അയച്ചുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 12-ാം പേജിൽ തന്നെ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി WCCയുമായി ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്ന് പറയുന്നു. എന്തുകൊണ്ട് മറ്റുള്ളവരെ ഒഴിവാക്കിയെന്ന് വ്യക്തമാക്കണമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.
ഇതെല്ലാം വ്യക്തമാക്കുന്നത് കൃത്യമായൊരു ഒഴിവാക്കൽ നടന്നിട്ടുണ്ടെന്നാണ്. ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളെ കുറിച്ചാണ്. WCC സ്ഥാപക അംഗത്തിനെതിരെ ഹേമ കമ്മിറ്റി നടത്തിയ പരാമർശം ദുഷ്ടലാക്കോടെയുള്ളതാണെന്നാണ് ഫെഫ്കയുടെ നിലപാട്. സ്ത്രീ ശാക്തീകരണത്തിൽ WCCയുടെ പങ്കിനെ ഫെഫ്ക ആദരവോടെ കാണുന്നു. റിപ്പോർട്ടിൽ ആണധികാരത്തെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. എല്ലാ ആണുങ്ങളും മോശമല്ല എന്ന് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുടെ പേരും പുറത്തു വരണമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു വൈകാതെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക വിവരം ലഭിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും അനുയോജ്യമായ സമയത്ത് മുയ്സു ഇന്ത്യയിൽ എത്തിയേക്കുമെന്നാണ് പ്രസിഡന്റിന്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി രണ്ടു നേതാക്കൾക്കും യോജിച്ച സമയം തിരഞ്ഞെടുക്കുമെന്നും പ്രസിഡന്റിന്റെ വക്താവ് ഹീന വലീദിനെ ഉദ്ധരിച്ച് സൺ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ജൂൺ 9 പ്രധാനമന്ത്രി മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ മുഹമ്മദ് മുയ്സു ഡൽഹിയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണത്തിലായിരുന്നു മുഹമ്മദ് മുയ്സു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമീപകാലത്ത് മാലിദ്വീപ് സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇന്ത്യയെ അനുനയിപ്പിക്കുവാൻ മാലിദ്വീപ് ഭരണകൂടം ശ്രമിക്കുകയും ചെയ്തിരുന്നു. നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലിദ്വീപിലെ 3 മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ബന്ധം വഷളാക്കിയത്. മാലിദ്വീപ് ഭരണാധികാരികൾ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. ഈ കീഴ്വഴക്കവും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു തെറ്റിച്ചിരുന്നു. UAE സന്ദർശനത്തിന് പിന്നാലെ ചൈനയിലേക്കാണ് മുയ്സു പോയത്. ചൈനയുമായി ഒട്ടേറെ വിഷയങ്ങളിൽ നിർണായക കരാറുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം മാലിദ്വീപിന് അനിവാര്യമാണ്. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം സോലിഹിന്റെ കാലത്ത് എക്സിം ബാങ്കിൽ നിന്ന് $14 ലക്ഷം വായ്പ മാലിദ്വീപ് സ്വീകരിച്ചിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.